പുതുപ്പള്ളിയിലെ തറവാട്ടു വീട്ടിലായാലും തിരുവനന്തപുരം ജഗതിയിലെ പുതുപ്പള്ളി ഹൌസിലായാലും ആവലാതികളും ആവശ്യങ്ങളുമായി എത്തുന്നവരാണ് അദ്ദേഹത്തിന്റെ കണി. മുറ്റത്തും സ്വീകരണമുറിയിലും മാത്രമല്ല, അടുക്കളയിൽ പോലും അവരിൽ ചിലരുടെ സാന്നിധ്യമുണ്ടാകുമെന്നതാണ് രസകരം. ആവലാതികളിലും ആവശ്യങ്ങളിലും പരിഹാരത്തിന് ശ്രമമോ നിർദ്ദേശങ്ങളോ ഉടൻ ഉണ്ടാകുമെന്നതാണ് പരാതിക്കാരനെ അങ്ങോട്ട് ആകർഷിക്കുന്നത്. കൊയ്ത്തു സമയമായപ്പോൾ മഴയും കാറ്റും വന്ന് നെല്ല് മുഴുവൻ നശിച്ചല്ലോ. പിന്നെ പുതുപ്പള്ളി പഞ്ചായത്തിലെ എരമം തെക്കക്കര, അപ്പം അതിന്റെ നഷ്ടപരിഹാരത്തിന് വേണ്ടി കൊടുത്തിട്ടൊന്നും ആയിട്ടില്ല. അതിപ്പോൾ എവിടെയാണെന്നറിയാവോ? അപ്പോൾ അതിനുള്ളതെന്ന് വെച്ചാൽ പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പിന്നെ 2 മാസത്തേക്ക് കൊടുക്കാനൊക്കത്തില്ല. അപ്പം അതുകൊണ്ട് നാളെയും മറ്റന്നാളുമായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അങ്ങ് കൊടുത്താൽ കൊള്ളാം. പരാതിക്കാരന്റെ മുന്നിൽ വെച്ച് തന്നെ ബന്ധപ്പെട്ടവരെ വിളിച്ച് പരിഹാരം തേടുന്ന ശൈലി അധികമാരും പിന്തുടരാറില്ല. ആവശ്യക്കാർക്ക് കാര്യം നേടിയെടുക്കാൻ തുടർ വഴികളും ഉമ്മൻചാണ്ടി ഉപദേശിക്കാറുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തെ സമീപിക്കുന്നവർക്ക് സമ്മാനിക്കുന്നത് തൃപ്തിയും സമാധാനവുമാണ്. ഞായറാഴ്ചകളിൽ ഉമ്മൻചാണ്ടിയുടെ തറവാട്ട് വീട്ടിലെ സ്ഥിതി ഇതാണ്. പതിവ് തെറ്റിക്കാതെ ഉമ്മൻചാണ്ടി എല്ലാ ഞായറാഴ്ചയും ഇവിടെ എത്തുന്നത് ഇവിടുത്തെ അടിച്ചുകൂടുന്ന ആവലാതിക്കാരെയും പരാതിക്കാരെയും ഒപ്പം കാര്യസാധ്യത്തിന് നന്ദി പറയാനെത്തുന്നവരെയും കാണാൻ വേണ്ടിയാണ്. മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിലും ഈ പതിവ് തുടർന്നു. മാത്രവുമല്ല, അത് വിപുലവും ഔദ്യോഗികവുമാക്കി. അങ്ങനെയാണ് 2005-2006 കാലയളവിൽ ജനസമ്പർക്ക പരിപാടിക്ക് രൂപമായത്. മുഖ്യമന്ത്രി ജനങ്ങൾക്ക് അപ്രാപ്യനല്ലെന്നു മാത്രമല്ല, അവർ നേരിടുന്ന എന്തു പ്രശ്നത്തിലും പരിഹാരം കാണാൻ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും ഇടപെടാമെന്നും അവരെ ബോധ്യപ്പെടുത്തി. 2-3 മണിക്കൂറിലേക്ക് ഉറക്കം പരിമിതപ്പെടുത്തി ഉമ്മൻചാണ്ടി ജില്ലകൾ തോറും ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചപ്പോൾ സഹപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും ഉറക്കം നഷ്ടപ്പെട്ടു. എന്നാൽ തനിക്ക് പുതിയ അനുഭവമാണ് അത് സമ്മാനിച്ചതെന്ന് ഉമ്മൻചാണ്ടി പറയുന്നു. ഈ ബഹുജന സമ്പർക്ക പരിപാടിയും അതിനുശേഷമുള്ള ഈ ജനങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് കൊണ്ട് എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട പ്രശ്നം പാവപ്പെട്ടവരുടെ പ്രശ്നമാണ്. അപ്പം അവരുടെ പ്രശ്നങ്ങൾ ഏറ്റവും മുഖ്യമായിട്ടുള്ള പരിഗണന വേണം എന്നൊരു ധാരണ എനിക്ക് പൂർണ്ണ ബോധ്യമായിട്ട് മാറുന്നതിന് അവസരം വിനിയോഗിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതിന്റെ രൂക്ഷതയോടെ നേരിട്ട് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി പിന്നീട് പ്രശ്നപരിഹാരത്തിന് അതിവേഗം ബഹുദൂരം പദ്ധതി തയ്യാറാക്കി. ലാവോസിലുണ്ടായ വീഴ്ച ഉമ്മൻചാണ്ടിയെ തൽക്കാലത്തേക്ക് പിടിച്ചു നിർത്തിയെങ്കിലും വീഴ്ചയുണ്ടാക്കിയ ചില്ലറ പ്രയാസങ്ങളിലും തളർന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ലഭിച്ച ഹ്രസ്വ കാലയളവിൽ ഇച്ഛാശക്തിയുണ്ടെങ്കിൽ അതിവേഗം ബഹുദൂരം മുന്നോട്ടു പോകാൻ ഭരണാധികാരിക്ക് കഴിയുമെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെബ് ക്യാമറ സ്ഥാപിച്ച് സുതാര്യത ഉറപ്പുവരുത്തിയാണ് തന്റെ ഓഫീസ് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തത്. ഈ നടപടിയെന്ന സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തിയിരുന്നുവെങ്കിലും ഉമ്മൻചാണ്ടി വഴങ്ങിയില്ല. ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തനം അധികാരസ്ഥാനത്തെത്തുമ്പോൾ മാത്രം കഴിയുന്നതല്ലെന്ന് ഉമ്മൻചാണ്ടി സാക്ഷ്യപ്പെടുത്തുന്നു. പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് അദ്ദേഹം നടത്തിവരുന്ന ഇടപെടലുകൾ പലപ്പോഴും സർക്കാരിനെ നാണിപ്പിച്ചിട്ടുണ്ടെന്നതാണ് വസ്തുത. പകർച്ചപ്പനി സംസ്ഥാനത്ത് ഭീതി പരത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവ് നേരിട്ട് രോഗബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചതും സ്വകാര്യ ആശുപത്രികളുടെ അടക്കം സഹായത്തോടെ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചതും മറക്കാറായിട്ടില്ല. ഇത്തരം തിരക്കുകൾക്കിടയിലും കുടുംബത്തെ അദ്ദേഹം മറക്കുന്നില്ല. ഭാര്യ മറിയാമ്മയും മക്കളായ മറിയത്തിനും അച്ചുവിനും ചാണ്ടിയുമ്മനുമൊക്കെ മുൻപിക്കാര്യത്തിൽ പരാതിയുണ്ടായിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി ബോധപൂർവമായ ശ്രമത്തിലൂടെ പരാതിക്ക് ചെറിയ പരിഹാരമുണ്ടാക്കി. പരാതിക്കാർ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുകയും ചെയ്തതോടെ വീട്ടിലെ സംഘർഷം ഒഴിവായി. ഇപ്പോൾ ആഘോഷങ്ങളിൽ കുഞ്ഞുഞ്ഞ് കുടുംബത്തിനൊപ്പമുണ്ട്. പേരക്കിടാവിനെ താലോലിക്കാനും തിരക്കിനിടയിൽ സമയം ക്രമീകരിക്കുന്നു. അത് കുടുംബത്തിനു മാത്രമല്ല, കുഞ്ഞുഞ്ഞിനും ആശ്വാസം പകരുന്നു. ശ്രീ അനിൽ, ഒരു മണ്ഡലത്തിൽ നിന്ന് 9 തവണ തിരഞ്ഞെടുക്കപ്പെടുക എന്നത് അത്ര സാധാരണമല്ല. ഒരുപക്ഷെ രാജ്യത്ത് പോലും അത് അത്ര സാധാരണമല്ല. പ്രഗത്ഭർ പലരും എതിരായി വന്നിട്ടും ഒരുപക്ഷെ ഉമ്മൻചാണ്ടി എന്തുകൊണ്ടായിരിക്കാം ഒരു വെല്ലുവിളി ഇല്ലാതെ മുന്നോട്ട് പോകുന്നത്? പുതുപ്പള്ളിക്കാർ എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിയെ കൈവിടുന്നില്ല എന്നത് താങ്കളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാരെയും അത്ഭുതപ്പെടുത്തുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമാണ് ഉമ്മൻചാണ്ടിയുടെ തുടർച്ചയായ വിജയമെന്ന് വേണമെങ്കിൽ പറയാം. ഏറെയൊന്നും നമുക്ക് അക്കാര്യത്തിൽ ഏറെയൊന്നും സമാനതകൾ കണ്ടെത്താനില്ല. ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയുമായുള്ള ആത്മബന്ധം തന്നെയാണ് അതിന് പ്രധാന കാരണം. വളരെ പ്രഗത്ഭരായിട്ടുള്ള നിരവധി ആൾക്കാർ ഉമ്മൻചാണ്ടിക്ക് എതിരെ മത്സരിക്കാൻ രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ അവർക്കാർക്കും വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏറ്റവും സമീപകാല തെരഞ്ഞെടുപ്പുകളിലെ ചരിത്രം നമുക്കറിയാം. ഉമ്മൻചാണ്ടിയുടെ സന്തത സഹചാരിയായിരുന്ന ചെറിയാൻ ഫിലിപ്പിനെയാണ് LDF ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കാൻ കളത്തിലിറക്കിയത്. അതിനുശേഷം സിന്ധു ജോയി. പക്ഷെ ഈ ആൾക്കാർക്കൊന്നും ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷത്തിൽ കാര്യമായി കൈവയ്ക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല. ഏറെ കൊട്ടിഘോഷിക്കുന്ന വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനമോ ഒന്നും പുതുപ്പള്ളിയിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാനുണ്ടാവില്ല.
പക്ഷെ അവിടുത്തെ ജനങ്ങളിൽ വോട്ടർമാരിൽ ഒരാളാണ് ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടയാൾ ആണ് ഉമ്മൻചാണ്ടി എന്ന് അവർ പറയും. അക്കാര്യത്തിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ വ്യത്യാസം പോലും ഇല്ലാതെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ പലപ്പോഴും ഉമ്മൻചാണ്ടിയെ പിന്തുണയ്ക്കുന്നു. കേരള നിയമസഭയിൽ 40 വർഷം പിന്നിടുന്ന ആദ്യ കോൺഗ്രസ് നേതാവാണ് ഉമ്മൻചാണ്ടി. KR ഗൗരിയമ്മയും KM മാണിയും കഴിഞ്ഞാൽ കേരള നിയമസഭയിൽ ഈ നേട്ടം കൈവരിക്കുന്ന മൂന്നാമനാണ് അദ്ദേഹം. 1970 സെപ്റ്റംബർ 17 4ാം കേരള നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിയായി തുടക്കമിട്ട ഉമ്മൻചാണ്ടി ഒരേ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 9ാം തവണ തെരഞ്ഞെടുക്കപ്പെടുന്നുവെന്ന അപൂർവ നേട്ടത്തിനുടമയാണ്. പുതുപ്പള്ളി എന്തുകൊണ്ട് 40 കൊല്ലമായി കുഞ്ഞുഞ്ഞിനെ പിന്തുണയ്ക്കുന്നുവെന്ന ചോദ്യം പ്രസക്തമാണ്. ജനങ്ങളുമായി ഇടപഴകുന്ന ഉമ്മൻചാണ്ടിയുടെ തന്ത്രമാണ് പുതുപ്പള്ളിയെ കീഴടക്കാൻ മറ്റുള്ളവർക്ക് വിലങ്ങുതടിയാകുന്നതെന്ന് വിലയിരുത്തുന്നവരുണ്ട്. പുതുപ്പള്ളിയുടെ സവിശേഷ സാഹചര്യമാണ് അതിനു കാരണമെന്ന അഭിപ്രായക്കാരും കുറവല്ല. സമുദായ സമവാക്യങ്ങൾ അദ്ദേഹത്തെ തുണയ്ക്കുന്നുവെന്ന നിഗമനത്തിലാണ് 2 തവണ ഉമ്മൻചാണ്ടിയെ നേരിട്ട VN വാസവന്. പ്രധാനമായും അവിടെ ക്രൈസ്തവ വോട്ടുകൾ കേന്ദ്രീകരിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ അതിൽ അദ്ദേഹത്തിനുള്ള പല രൂപത്തിലുള്ള ബന്ധങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെ പൊതുവിൽ ചില ചുറ്റുപാടുകളും പശ്ചാത്തലങ്ങളും അവിടുത്തെ കമ്മ്യൂണൽ ബാലൻസിങ്ങും എല്ലാം അദ്ദേഹത്തിന് സഹായകരമായ സാഹചര്യങ്ങൾ നിലനിർത്തുന്നതാണ്. ശനിയാഴ്ച വൈകിട്ടും ഞായറാഴ്ച രാവിലെയും പുതുപ്പള്ളിയിൽ ഉണ്ടാകണമെന്ന നിർബന്ധം ഉമ്മൻചാണ്ടിക്കുണ്ട്. അത്യപൂർവം സന്ദർഭങ്ങളിലൊഴികെ അത് മുടങ്ങിയിട്ടുമില്ല. അതിന്റെ കാരണം ഉമ്മൻചാണ്ടി പറയുന്നു. ഈ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ആർക്കും എന്നെ കാണാനൊരു അവസരം ഉള്ളത് അതൊരു സ്ഥിരമായിട്ടൊരു ദിവസം ഉണ്ടായിരിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ്. അപ്പം ശനിയാഴ്ച വൈകിട്ടും ഞായറാഴ്ച രാവിലെ അത് ഞാൻ ഒരു വർഷത്തിൽ ചിലപ്പം അത്യപൂർവമായിട്ട് 2 or 3 പ്രാവശ്യം മാത്രമേ ലംഘിക്കാറുള്ളൂ. 2 ദിവസങ്ങളിലായി ശരാശരി 500 പേരെയെങ്കിലും അദ്ദേഹം കാണുന്നുണ്ട്. ഇത് ഞായറാഴ്ച രാവിലത്തെ ദൃശ്യങ്ങളാണ്. നിവേദകരിൽ പരാതിക്കാരും ആവശ്യക്കാരുമുണ്ട്. അതിർത്തി തർക്കം, കുടുംബ പ്രശ്നം തുടങ്ങിയവയൊക്കെ ഉമ്മൻചാണ്ടിക്ക് മുന്നിലെത്തുന്നു. ഉമ്മൻചാണ്ടി 40 വർഷം പുതുപ്പള്ളിയിലെ MLA ആയി പ്രവർത്തിച്ചു എന്ന് എനിക്ക് യാതൊരു കാലം. ഉമ്മൻചാണ്ടി ആഗ്രഹിക്കുന്ന കാലത്തോളം ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെ MLA ആയിരിക്കും. നാട്ടിലെത്തിയാൽ ഉമ്മൻചാണ്ടി നേതാവല്ല, പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞാണ്. അവിടെയുള്ള മരണത്തിനും കല്യാണത്തിനും അടിപിടിക്കും എന്തിനും ഉമ്മൻചാണ്ടി നാട്ടുകാരുടെ സഹായത്തിന് വേണ്ടിയിട്ട്. അവിടെ ഉമ്മൻചാണ്ടി നേതാവല്ല, കോൺഗ്രസ്സുകാരനല്ല, എല്ലാവരുടെയും ആളാണ്. ഉമ്മൻചാണ്ടി വോട്ട് ചെയ്യുന്നവരെല്ലാം കോൺഗ്രസ്സുകാർ മാത്രമല്ല, കോൺഗ്രസിന്റെ കടുത്ത ശത്രുക്കൾ വോട്ട് ചെയ്യാറുണ്ട്. അതാണ് ഉമ്മൻചാണ്ടിയുടെ ജനകീയ പ്രവർത്തനം. വികസനത്തിലുപരി മണ്ഡലത്തിലെ ജനങ്ങളുമായി ഇടപഴകുന്ന ഉമ്മൻചാണ്ടിയുടെ ശൈലിയാണ് നിരന്തര വിജയത്തിലേക്ക് നയിക്കുന്നതെന്നാണ് VN വാസവന്റെ വിലയിരുത്തൽ. അദ്ദേഹം ജനകീയ പ്രശ്നങ്ങളിൽ ഓടിയെത്തുന്ന രംഗത്തും അതുപോലെ കഠിനാധ്വാനം ഏറ്റെടുക്കുന്ന രംഗത്തുമെല്ലാം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം സംഘടിപ്പിക്കാറ്. എന്നാൽ മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടെടുക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു നിലപാടുണ്ട് എന്ന് പറയാൻ കഴിയില്ല. പുതുപ്പള്ളി മണ്ഡലത്തിൽ ഇറങ്ങി നടന്നാൽ 36 കൊല്ലം മുൻപ് തന്നെ മന്ത്രിയായും 6 കൊല്ലം മുൻപ് മുഖ്യമന്ത്രിയുമൊക്കെയായ ഒരു നേതാവിന്റെ സംഭാവനകൾ എടുത്തു പറയാൻ കാണില്ല. പക്ഷേ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് തന്നെയാണ് താല്പര്യം. ആ ഒരു നയം അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അത് വല്യപ്പനിൽ നിന്ന് കിട്ടിയ നയമാണ്. VJ ഉമ്മൻ XMLC പുള്ളിക്കും ആ നയം ഉണ്ടായിരുന്നു. ആരാണേലും തോളെ കൈയിട്ട് സംസാരിച്ച് ഇണക്കി കയ്യിലെടുക്കും. ആ ഒരു രീതി അന്നും മുതൽ ഇന്നു വരെ ഉണ്ട്. അതുകൊണ്ടാകാം സ്വാതന്ത്ര്യ സമര സേനാനി EM ജോർജിനെ മുതൽ SFI നേതാവ് സിന്ധു ജോയിയെ വരെ പരീക്ഷിച്ചിട്ടും എതിർപക്ഷത്തിന് ഉമ്മൻചാണ്ടിയുടെ കോട്ടയിൽ വിള്ളലുണ്ടാക്കാനാവാത്തത്. ഉമ്മൻചാണ്ടിയുടെ സഹയാത്രികനായ ചെറിയാൻ ഫിലിപ്പ് 2001 കൂറുമാറി CPIഎമ്മിനു വേണ്ടി അംഗം കുറിച്ചെങ്കിലും 13,000 വോട്ടിന് പിന്നിലെത്താനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. പുതുപ്പള്ളിക്കാർക്ക് ഉമ്മൻചാണ്ടി കുഞ്ഞുകുഞ്ഞാണ്. പുതുപ്പള്ളിയും പുതുപ്പള്ളിക്കാരും ഉമ്മൻചാണ്ടിയുടെ ശക്തിയും ദൗർബല്യവുമാണ്. അതുതന്നെയാണ് അദ്ദേഹം തുടർച്ചയായി ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നതിന്റെ വിജയരഹസ്യവും.